ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ സ്ലോട്ട് PSC പുറത്തുവിട്ടിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാം എന്നൊരു കൃത്യമായൊരു ഗൈഡൻസ് നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ വരുന്ന മാസം, അതായത് ഫെബ്രുവരി മാസം 4-ാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിനോടകം അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് കയറി നിങ്ങൾ അപേക്ഷിക്കുക. ഒരു നല്ലൊരു ഓപ്പണിംഗ് ആണ്, അത് വെറുതെ കളയേണ്ടതില്ല. ഇനിയും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വിശദവിവരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 733/2025 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എന്നാണ് തസ്തികയുടെ പേര്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 27,900 തുടങ്ങി 63,700 അവസാനിക്കുന്ന ഒരു സാലറിയാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത. ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ, അതായത് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നുകിൽ MLT ഉണ്ടായിരിക്കണം, അതായത് +2 അല്ലെങ്കിൽ VHSC MLT ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സയൻസിൽ, അതായത് ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ച ഒരു സയൻസ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് പാസ് ഇൻ പ്രീ ഡിഗ്രി ഓർ +2 കോഴ്സ് ഓഫ് ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു സ്ട്രീമിലൂടെ പാസ്സായിട്ടുള്ള, അതായത് ബയോളജി ഒരു പേപ്പറായിട്ട് പഠിച്ചവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പം ആപ്ലിക്കൻസിൻ്റെ എണ്ണം അത്യാവശ്യം ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നൊരു നല്ല പോസ്റ്റാണ്. ഇനിയും ഇതിന് തതുല്യമായിട്ട് ഏതൊക്കെ പോസ്റ്റുകളെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇതിനോടകം നടന്ന എക്സാമിനേഷനിൽ PSC കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ VHSC മെഡിക്കൽ ലാബറട്ടറി ടെക്നീഷ്യന് നമ്മൾ പ്രധാനമായിട്ട് ഒരു കൺസിഡർ ചെയ്തത് VHSC അഗ്രികൾച്ചറുകാർക്ക് ഈ ഒരു ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. VHSC മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻസ് ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, VHSC ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഇത് മൂന്നും ഇതിന് ഇക്വലൻസി ആയിട്ട് ഒരു കൺസിഡർ ചെയ്യും. ഇനി VHSC സയൻസിനെ, VHSC അല്ലെങ്കിൽ സയൻസ് മേഖലയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് VHSC അഗ്രികൾച്ചറിന് എടുക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഇവയൊക്കെ ഇതിൻ്റെ ഒരു ഇക്വലൻസി ആയിട്ട് തന്നെ ഒരു കൺസിഡർ ചെയ്യാൻ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷൻ്റെ വിശദവിവരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 11/2022 ഈ ഒരു കാറ്റഗറി നമ്പർ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിൻ്റെ DOE വരുന്നത് 1/12/2023 അന്ന് ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നത് കേവലം 41 മാർക്കായിരുന്നു. എന്നാൽ മാക്സിമം മാർക്ക് വന്നത് 70.67 മാർക്കുമായിരുന്നു. അന്ന് ടോട്ടലായിട്ട് അഡ്വൈസ് പോയത് 95 പേർക്കായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 492 പേര് ഓൾറെഡി ഉൾപ്പെടുകയും ചെയ്തു. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളതുകൊണ്ട് ഇനിയും ഇതിൽ നിന്ന് നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും ഈ കാറ്റഗറി നമ്പറിൻ്റെ സ്ലോട്ട്, എക്സാമിനേഷൻ സ്ലോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 736/2025 എന്ന് പറഞ്ഞ ഈ ഒരു എക്സാമിനേഷന് PSC ഓൾറെഡി സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഡേറ്റ് അല്ല, ഒരു സ്ലോട്ട്. ഒക്ടോബർ മാസം മുതൽ നവംബർ മാസം വരെയുള്ള പീരീഡ് ഓഫ് ടൈമിലാണ് എക്സാമിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യേണ്ടത് ഒക്ടോബർ ഒരു പ്രൈം നമ്പറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഒക്ടോബർ 1-ാം തീയതി എക്സാമിനേഷൻ വന്നാലും നമുക്കത് ക്രാക്ക് ചെയ്യാം എന്നൊരു ധാരണയിൽ വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അഡ്രസ്സ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ പഠനം കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകുക. അതിന് ഇനിയുള്ള സമയമുണ്ട് എന്നൊരു ധാരണയിൽ ഉഴപ്പരുത്. ഈ ഒരു സമയം വളരെ പെട്ടെന്ന് കടന്നു പോകും. എക്സാം ഇങ്ങനെ വളരെ പെട്ടെന്ന് എത്തുകയും ലാസ്റ്റിൽ നമുക്ക് പഠിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. അപ്പോൾ നമുക്കൊരു ലോങ് ടൈമിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആഴത്തുള്ളൊരു പഠനം നടത്തി പോകേണ്ടി വരും. അതായത് കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ ടോപ്പ് മാർക്കും നമ്മൾ നല്ല വ്യത്യാസം നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ കാണാൻ പറ്റും. നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിലെത്തുക എന്നുള്ളതാണ്. 70-നോ 80-നോ അടുത്തൊക്കെയുള്ള മാർക്ക് നമുക്ക് കിട്ടാനുള്ളൊരു സാഹചര്യം നിലവിൽ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള തയ്യാറെടുപ്പുമായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിനുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അതിനായിട്ട് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഒരു ലോങ് ടൈം ബാച്ചാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് ടൈമായിട്ട് പഠിക്കാൻ പറ്റും. മാത്രമല്ല പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും ഒപ്പം തന്നെ വഴി കാട്ടുന്നതിന് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ നിരവധി ഫീച്ചേഴ്സിനോടുകൂടിയാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.